പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷനിലെ അംഗമായ ബ്രോൺ ബ്രേക്കറിനെ സംബന്ധിച്ചാണ്. റസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡെയ്വ് മെൽസറിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ബ്രോൺ ബ്രേക്കറിനെ സംബന്ധിച്ച് അത്ര സുഖകരമായിട്ടുള്ള ഒരു വാർത്തയല്ല നമുക്ക് പങ്കുവെക്കാനുള്ളത്. ബ്രോൺ ബ്രേക്കറിന് നിലവിൽ ഒരു മേജർ ഹെർണിയയുടെ സർജറിക്ക് വിധേയനാകേണ്ടി വന്നിട്ടുണ്ടെന്നും ഇതുമൂലം റിംഗിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് ബ്രോൺ ബ്രേക്കർ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ബ്രോൺ ബ്രേക്കറിൻ്റെ നിലവിലെ ഒരു അവസ്ഥ എന്നുള്ളതുമാണ് നിലവിൽ ഡെയ്വ് മെൽസർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെയ്വ് മെൽസറിൻ്റെ ഈ ഒരു റിപ്പോർട്ട് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് നാളത്തെ റോ എപ്പിസോഡ് കണ്ട് തന്നെ നമ്മൾ അറിയേണ്ടതാണ്. എന്തായാലും ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ സംബന്ധിച്ച് മാത്രമല്ല WWE ഇനി വരാൻ പോകുന്ന മാസങ്ങളിലെ പദ്ധതികളെ എല്ലാം കേന്ദ്രീകരിച്ച് അത് ബ്രോൺ ബ്രേക്കറിന് വലിയ ഒരു ഗുണം ചെയ്യുന്ന രീതിയിലേക്കാണ് അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്രോൺ ബ്രേക്കർ റസൽമേനിയ 42 ഈ സർജറിക്ക് വിധേയനാകേണ്ടി വരുന്നതോടുകൂടി മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇനിയുള്ള മാസങ്ങളിലെ WWE പദ്ധതികളെ നല്ല രീതിയിൽ ബാധിച്ചേക്കാം. കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ പങ്കുവെക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE മുൻ സ്മാക്ഡൗണിൻ്റെയും റോയുടെയും ഒക്കെ ടാഗ് ടീം ചാമ്പ്യന്മാരായിരുന്ന സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന ടീം WWE തിരികെ വന്നിരിക്കുന്നു. ഇന്നലെ കഴിഞ്ഞ NXTയുടെ ഒരു ലൈവ് ഇവൻറ്റിലാണ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് NXT ഷോയിൽ വന്നിട്ട് ഒരു മത്സരം കളിച്ചത്. എന്നാൽ അതിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത് മോണ്ടസ് ഫോർഡ് എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഫിസിക്കിനെ സംബന്ധിച്ചാണ്. മോണ്ടസ് ഫോർഡിൻ്റെ ഒരു ഫിസിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിക്സ് പാക്ക് ഒരു രീതിയിലുള്ള ഫിസിക്കായിരുന്നു. പക്ഷേ കുറച്ചധികം മാസങ്ങൾ വെക്കേഷനൊക്കെ എടുത്ത് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് തിരിച്ചു വന്നപ്പോൾ മോണ്ടസ് ഫോർഡിൻ്റെ ഒരു ബൾക്കായിട്ടുള്ള ഒരു ബോഡിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് സിക്സ് പാക്കിൻ്റെ ഒന്നും ഒരു അംശം പോലും മോണ്ടസ് ഫോർഡിൻ്റെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്നത്? ഇനി NXTയിലേക്കാണോ അവർ പ്ലാൻ ചെയ്യുന്നത്, അതോ മെയിൻ റോസ്റ്ററിലേക്ക് തന്നെ വരുമോ എന്നുള്ളത് ഇനിയുള്ള ആഴ്ചകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിച്ചേക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ OTC റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. മെൻസ് റോയൽ റംബിൾ 2026 മത്സരം വിജയിച്ചതിന് ശേഷം റോമൻ റെയിൻസ് ക്യാമറയിൽ നോക്കി പറയുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ഫുട്ടേജ് 2 ദിവസം മുൻപ് WWE തന്നെ പുറത്തേക്ക് വിടുകയുണ്ടായി. അപ്പോൾ റോമൻ റെയിൻസ് പറയുന്നത് ഇനി ഒരു വർഷം കുറച്ച് മാസങ്ങളും കൂടി കാത്തിരുന്നാൽ മതി, ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലം ഇത് തൻ്റെ പക്കലിലേക്ക് വരും, താനത് കീഴടക്കും എന്നുള്ളത്. അതായത് 2027 റസൽമേനിയ 43 സംബന്ധിച്ചാണ് റോമൻ റെയിൻസ് അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നൽകുന്നത്. അപ്പോൾ റസൽമേനിയ 43 മെയിൻ ഇവൻറ്റ് കളിക്കാൻ പോകുന്നത് റോമൻ തന്നെയായിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് റോമൻ റെയിൻസിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. ഓൾറെഡി 2026 മെൻസ് റോയൽ റംബിളിൽ വിജയിച്ച് സൗദി അറേബ്യയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സ്ഥാനം റോമൻ റെയിൻസ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർഷത്തെ റസൽമേനിയ കൂടി മെയിൻ ഇവൻറ്റ് ചെയ്യാൻ സൗദി അറേബ്യയിലേക്ക് ഞാൻ ഒരു 1.5 റിട്ടേൺ കൂടി നടത്തുമെന്നുള്ളതാണ് റോമൻ റെയിൻസ് പറയുന്നത്. അടുത്ത വർഷത്തെ റസൽമേനിയ 43 റോമൻ റെയിൻസ് വേഴ്സസ് ദ റോക്ക് തമ്മിലുള്ള നമ്മൾ ഏറെ കാലമായി കാത്തിരിക്കുന്ന ആ ഒരു ഡ്രീം മാച്ച് നടക്കുമെന്നുള്ള ഒരു റൂമേഴ്സ് കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് റോമൻ റെയിൻസിൻ്റെ ഈ ഒരു അഭിപ്രായങ്ങളും WWE പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ഒരു ആഗ്രഹം പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ റോമൻ റെയിൻസിൻ്റെ മത്സരം തന്നെയായിരിക്കുമോ റസൽമേനിയ 43 2027 നമുക്ക് കാണാൻ സാധിക്കുക? റോമൻ റെയിൻസ് വേഴ്സസ് ദ റോക്ക് തമ്മിലുള്ള മത്സരമായിരിക്കുമോ നടക്കുക? ആ മത്സരം നടന്നാൽ ആരാണ് വിജയിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് WWE ക്രിയേറ്റീവ് ഹെഡായ ട്രിപ്പിൾ എച്ചിനെ സംബന്ധിച്ചാണ്. ട്രിപ്പിൾ എച്ചിനെ സംബന്ധിച്ച് നമുക്ക് അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയല്ല കേൾക്കാൻ സാധിക്കുന്നത്. റസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡെയ്വ് മെൽസറിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ നിന്ന് ട്രിപ്പിൾ എച്ചിനോട് നിലവിൽ ബാക്ക് സ്റ്റേജിൽ വലിയ രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ മറ്റ് ക്രിയേറ്റീവ് ടീം അംഗങ്ങൾ കാണിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ബാക്ക് സ്റ്റേജിൽ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ റസൽമേനിയ 42 തുടക്കത്തിലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പദ്ധതികളിൽ ട്രിപ്പിൾ എച്ച് ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. റെസ്ലേഴ്സ് തമ്മിലുള്ള മത്സരങ്ങളിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ട്രിപ്പിൾ എച്ച് കൊണ്ടുവരുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി സ്റ്റോറി ബിൽഡ് ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ട് ക്രിയേറ്റീവ് ടീം അംഗങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് ഹീറ്റ് ട്രിപ്പിൾ എച്ചിനെതിരെ ക്രിയേറ്റീവ് ടീം അംഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഡെയ്വ് മെൽസർ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രിപ്പിൾ എച്ച് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കാരണം അവർ പ്രതീക്ഷിച്ച പോലെ ടിക്കറ്റ് സെയിൽസ് ഉയരുന്നില്ല. അപ്പോൾ ടിക്കറ്റ് കാണികൾ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സ്റ്റോറിയും മത്സരവും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ട്രിപ്പിൾ എച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ അത് ട്രിപ്പിൾ എച്ചിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ക്രിയേറ്റീവ് ടീം അംഗങ്ങൾക്കിടയിൽ കൂടി വലിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുകയാണ്. ഇതിനെ എങ്ങനെ ട്രിപ്പിൾ എച്ച് ഓവർകം ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം. ട്രിപ്പിൾ എച്ച് ഇനി എത്ര കാലത്തോളം
ക്രിയേറ്റീവ് ഹെഡായി മുന്നോട്ടേക്ക് പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അഞ്ചാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ലോകപ്രശസ്ത ഗായകനായ ബാഡ് ബണ്ണിയുടെ WWE തിരിച്ചുവരവിനെ സംബന്ധിച്ചാണ്. നിലവിലൊരു റൂമേഴ്സ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ബാഡ് ബണ്ണി WWE ഉടനെ തന്നെ തിരികെ വരും എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാർച്ച് തൊട്ട് മെയ് മാസം വരെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടും കമ്മിറ്റ്മെൻറ്റ് നിലവിൽ ബാഡ് ബണ്ണി എടുത്തിട്ടില്ല. അതായത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് പരിപാടികളൊന്നും അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് ഏപ്രിൽ മാസത്തിൽ റസൽമേനിയ 42 എന്ന് പറയുന്ന ബിഗ്ഗസ്റ്റ് ഷോ നടക്കുന്നത്. അപ്പോൾ WWE തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് ബാഡ് ബണ്ണി ഈ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുള്ളത് എന്നും 2023 ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ അവസാനം റിങ്ങിലേക്ക് ഇറങ്ങിയ ബാഡ് ബണ്ണി ഈ വർഷത്തെ റസൽമേനിയ 42 ഒരു തവണ കൂടി റിങ്ങിലേക്ക് ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു റൂമറാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. ബാഡ് ബണ്ണിയുടെ റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ലോകമെമ്പാടും വലിയ ശ്രദ്ധ കിട്ടും. ബാഡ് ബണ്ണിയുടെ മത്സരം കാണാൻ വേണ്ടി കുറേയധികം ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സെലിബ്രിറ്റികളിൽ നിന്ന് പ്രൊഫഷണൽ റെസ്ലിംഗിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഒന്നടങ്കം സ്വീകരിച്ച അപൂർവം ചില താരങ്ങളിൽ ഒരാളാണ് ബാഡ് ബണ്ണി. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് പോലെ അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് ആരാധകർക്കിടയിൽ വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ ബാഡ് ബണ്ണിയുടെ ഒരു മത്സരം കൂടി കാണാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ലോഗൻ പോൾ ആയിരിക്കും ബാഡ് ബണ്ണിയുടെ റസൽമേനിയ 42 എതിരാളി എന്നുള്ള ഒരു റൂമറും കറങ്ങി നടക്കുന്നുണ്ട്. അത് നമുക്കിനി വരുന്ന ദിവസങ്ങളിലോ ആഴ്ചകളിലോ അറിയാൻ സാധിച്ചേക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.